ഹലോ ഗെയ്സ്, എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ. വീണ്ടും ഒറ്റക്കായി, മോളും കുട്ടികളൊക്കെ പോയി. ചോറിന് ഇന്ന് പപ്പായ ഉപ്പേരി കേട്ടോ. ഇന്ന് പപ്പായ ഉപ്പേരിയാണ് ഉണ്ടായിരുന്നത്. മോള് പോയി, പേരക്കുട്ടിയും പോയി, മരുമകൻ വിളിക്കാൻ വന്നവർ പോയി. അപ്പോൾ വീണ്ടും ഒറ്റക്കായി. 10-22 ദിവസമായിട്ട് മോളുണ്ടായിരുന്നു, ചെറിയ മോളുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ എന്നും ചോറിൻ്റെ കൂട്ടാൻ ഇത് മാത്രമായിരിക്കും, ഉപ്പേരി മാത്രം. മക്കളുണ്ടാകുമ്പോൾ ഞാൻ മീൻ മേടിക്കും, മീൻ വറക്കും, മീൻ കറി, ഉപ്പേരി, പപ്പടം ഒക്കെ ഉണ്ടാക്കും. ഞാൻ ഒറ്റക്കാകുമ്പോൾ ഞാനൊന്നും ഉണ്ടാക്കില്ല. ഇങ്ങനെ ഉപ്പേരി കൂട്ടി ചോറിനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഉപ്പേരി മാത്രം. ഉച്ചക്ക് മോളുണ്ടായിരുന്നു, പക്ഷെ രാവിലെ മീനൊന്നും കിട്ടിയില്ല. വൈകിട്ട് മീൻ വാങ്ങാമെന്ന് വിചാരിച്ച് മീൻ വാങ്ങാനായിട്ട് അങ്ങോട്ട് പോയപ്പോൾ കടയിലേക്ക് പോയി. പേരക്കുട്ടിക്ക് ഒരു ചെരുപ്പ് എടുക്കാൻ പോയി. ചെരുപ്പ് ഉച്ചക്ക് എടുത്തോർന്ന്, പക്ഷെ ചെരുപ്പ് ഇത് കുറച്ച് കുറവാണ്. അവൻ്റെ കാലാണ് പെട്ടെന്ന് വലുതാവണ കാല. അപ്പോൾ അവനിപ്പോൾ അത് അറ്റപ്പറ്റായിട്ട് അങ്ങനെ കഷ്ടിയായിട്ട് എടുത്താൽ അത് അവനൊരു മാസം കഴിഞ്ഞ് അവന് ഇടാൻ പറ്റില്ല. അപ്പോൾ അവൾ പറഞ്ഞത് ചെറുതമ്മ മാറ്റിയിട്ട് കുറച്ച് വലുതെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും മീൻ വാങ്ങാൻ പോകണം. അപ്പോൾ മരുമകൻ ചിലപ്പോൾ വരും എന്നൊരു സംശയം ഉണ്ടായിരുന്നു രാത്രിക്ക്. ഇന്ന് പോകുമെന്ന് വിചാരിച്ചില്ല കേട്ടോ, ചിലപ്പോൾ നാളെ പോവുള്ളൂ എന്നാണ് വിചാരിച്ചത്. അപ്പം ഞാൻ മീൻ വാങ്ങിക്കണം, ചെരുപ്പ് മാറ്റി വേറെ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയതായിരുന്നു. കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ മോള് പറഞ്ഞ് വിളിക്കാൻ വരുന്നുണ്ട്, നിങ്ങൾ മീൻ വാങ്ങിക്കണ്ട, എന്തെങ്കിലും ചായക്ക് പൊരിച്ച കടി എന്തെങ്കിലും വാങ്ങിച്ചാൽ മതി. അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ മീൻ വാങ്ങിയില്ല. ഇനിയിപ്പോൾ അവൾ പോവില്ല, അപ്പം പിന്നെ എനിക്ക് ഉപ്പേരി മാത്രം മതിയല്ലോ. അപ്പോൾ കുറച്ച് സമൂസ, ഉഴുന്നുവട, പഴംപൊരി, അതേപോലെ മുട്ട ബജ്ജ് അതൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന്. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയിട്ട് മരുമകൻ വന്നത്. അപ്പോൾ ഞാൻ വരുമ്പോഴത്തേനും അവൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. കുട്ടീനെയും മാറ്റി ചായ കൊടുത്ത് അത് കുടിച്ചിട്ട് ഒരു 6 മണിയാകുമ്പോഴത്തേനും 6 മണി കഴിഞ്ഞു പോയപ്പോൾ. തിരൂർക്ക് എത്തണം. മലപ്പുറം ജില്ലയിലെ തിരൂരാണ്. 55-56 കിലോമീറ്റർ ഉണ്ട് പോവാൻ. സ്കൂട്ടിമേലാണ് പോയിക്കണത്. സ്കൂട്ടിമേൽ തന്നെ വരാറും പോവാറൊക്കെ. അത് അവളുടെ ഭർത്താവ് ഉണ്ടെങ്കിൽ മാത്രം സ്കൂട്ടിമേൽ വരും, കൊണ്ടുപോവുകയും ചെയ്യും. അതില്ലെങ്കിൽ പിന്നെ അവളില്ലെങ്കിൽ അവൾ ബസ്സിന് വരും. അവൾ ഒറ്റക്ക് തന്നെ ബസ്സിന് വരും, ഒറ്റക്ക് തന്നെ പോവും. അപ്പോൾ ഒരു കുട്ടിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റും. ഇനിയിപ്പോൾ രണ്ടാമതും പ്രഗ്നൻ്റാണ്. ഇനിയിപ്പോൾ അത് പ്രസവിച്ചൊക്കെ കഴിഞ്ഞാൽ ഇനി അവൾക്ക് രണ്ടാളായിട്ടും വരാൻ പറ്റില്ല. മൂത്ത കുട്ടിക്ക് 2.5 വയസ്സാവണേ ഉള്ളൂ, 2.5 വയസ്സായിട്ടില്ല. മൂന്നാമത്തെ ഇപ്പോൾ പ്രഗ്നൻ്റാണ്. മാർച്ചിൽ പ്രസവം ഉണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ 2 കുട്ടികളായിട്ട് അവൾക്ക് എന്തായാലും വരാൻ പറ്റില്ല. 4 ബസ് കയറി വരണം. അപ്പം ഞാൻ കൊണ്ടുവരാനും ഞാൻ പോകേണ്ടി വരും, കൊണ്ടാക്കാനും ഞാൻ പോകേണ്ടി വരും. അങ്ങനെ ഇപ്പോൾ പോയി ഒറ്റക്കായി എന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റും പറയുന്നു.